പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശീർ നന്ദയുടെ ആത്മഹത്യയിൽ 2 പേരെ കൂടി പുറത്താക്കി മാനേജ്മെന്റ്. ഇതോടെ 5 അധ്യാപകരാണ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. ഇതിനിടെ ആശീർ നന്ദ എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസിന് ലഭിച്ചു. ആ കുട്ടിയുടെ ആത്മഹത്യ കുറിപ്പുണ്ട് നോട്ട് പുസ്തകത്തിന്റെ പുറകിൽ എഴുതി വെച്ചത് പോലീസുകാരുടെ കയ്യിലുണ്ട്. രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാനേജ്മെന്റുമായി ചർച്ച നടക്കാനിരിക്കെ SFI പ്രവർത്തകർ പ്രകടനമായി എത്തി സ്കൂളിനകത്തേക്ക് തള്ളിക്കയറി. ഉച്ചയ്ക്ക് 2:15 ഒടുവിൽ PTA യോഗം ആരംഭിച്ചത്. വാഗ്വാദങ്ങളും കയ്യാങ്കളിയും ഇതിനിടയിലുമുണ്ടായി. യോഗം നടക്കുന്നതിനിടെയാണ് ആശീർ നന്ദ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചു എന്ന വെളിപ്പെടുത്തൽ 24ലൂടെ പുറത്തു വന്നത്. എൻ്റെ കുഞ്ഞിനെ മാനസികമായിട്ട് പീഡിപ്പിച്ചില്ലാതാക്കിയവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് അവരെ ശിക്ഷിക്കണം. തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം. ആശീർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വീഴ്ചയുണ്ടായെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ യോഗത്തിൽ സമ്മതിച്ചു. പുതിയ PTA ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള അർച്ചന, അമ്പിളി എന്നീ അധ്യാപകരെ കൂടി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മാത്രം യോഗ തീരുമാനം. മരിച്ച കുട്ടിയുടെ എങ്ങനെ ആത്മഹത്യാക്കുറിപ്പുണ്ടെന്ന് പറയുന്നത് കേട്ടു. ആ കുറിപ്പിൽ വേറുള്ള ഇന്നലെ നടപടി എടുക്കാത്ത വല്ല ടീച്ചേഴ്സിൻ്റെയും പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കൂടി സമാനമായ നടപടി എടുക്കണം. സ്കൂളിൽ നിന്ന് പുറത്താക്കണം. ഉള്ളതാണ്. സ്റ്റെല്ല ടീച്ചറാണ് മെയിനായിട്ട് കുട്ടികളെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പണിഷ് ചെയ്യാറ്. അവർ മുഖത്ത് ഈ ഭാഗത്തേക്ക് അടിക്കുക, കുട്ടികളെ മുട്ടുകുത്തി ഒരു ദിവസം മൊത്തം ഇരിക്കുക. വിദ്യാർത്ഥി സംഘടനകൾ ഒന്നാകെ പ്രതിഷേധിച്ചതോടെ 2 പേരെ കൂടി പുറത്താക്കിയെന്ന് മാനേജ്മെന്റ് പ്രതിനിധി. ആ കുട്ടിയുടെ ആത്മഹത്യ കുറിപ്പുണ്ട് നോട്ട് പുസ്തകത്തിന്റെ പുറകിൽ എഴുതി വെച്ചത് പോലീസുകാരുടെ കയ്യിലുണ്ട്. അതിൽ പറയുന്ന അമ്പിളി അതുപോലെ തന്നെ അർച്ചന എന്നീ 2 ആളുകളെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യാം, ഒരു തരത്തിലും പിന്മാറില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ആ 2 അധ്യാപകരെയും ഡിസ്മിസ് ചെയ്യുന്നതിന് വേണ്ടി കൂടി ഇതിൽ തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ആശീർ നന്ദയ്ക്ക് അനുശോചനം അർപ്പിച്ച് അസംബ്ലിയോടെ സെന്റ് ഡൊമിനിക് സ്കൂളിൽ അധ്യയനം പുനരാരംഭിക്കാനാണ് തീരുമാനം. 24 പാലക്കാട്.